ഏവർക്കും ഉബുണ്ടു ജാലകത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. SSLC IT പ്രാക്ടിക്കൽ പരീക്ഷയുമായി ബന്ധപ്പെട്ട് കൈറ്റ് പുറത്തിറക്കിയിരിക്കുന്ന മാതൃകാ ചോദ്യങ്ങളിലെ ഓപ്പൺ ടൂൺസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നമുക്ക് പരിശോധിക്കാം. ആകാശത്തിലൂടെ പറന്നു പോകുന്ന ഒരു വിമാനത്തിൻ്റെ ആനിമേഷൻ ഓപ്പൺ ടൂൺ സോഫ്റ്റ്വെയറിൽ തയ്യാറാക്കുക എന്നുള്ളതാണ് നിർദ്ദേശം. അതിന് ചില സൂചനകൾ നൽകിയിട്ടുണ്ട്. എക്സാം 10 ഡോക്യുമെൻറ്റ്സിൻ്റെ അകത്തുള്ള ഓപ്പൺ ടൂൺസ് ഫോൾഡർ അതേപോലെ തന്നെ കോപ്പി ചെയ്തുകൊണ്ട് ഹോമിലെ ഡോക്യുമെൻറ്റ്സിലേക്ക് കൊണ്ടുവരണം. അത് നമ്മുടെ ഓപ്പൺ ടൂൺസ് ഇമേജസ് കൊണ്ടുവരുന്നതിനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അത്തരത്തിൽ പേസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം താഴെ പറയുന്ന രൂപത്തിൽ ഒരു സീൻ തയ്യാറാക്കണം. സീൻ 1 ക്യാമറ സൈസ് യൂണിറ്റ് പിക്സൽ ഫ്രെയിം റേറ്റ് 12 ഇത്തരത്തിലൊരു സീൻ തയ്യാറാക്കണം. അതിൻ്റെ പ്രൊഫൈൽ അങ്ങനെ ആയിരിക്കണം. അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു ബാക്ക്ഗ്രൗണ്ട് തയ്യാറാക്കണം. അതിന് സീനറി 8 PNG എന്നൊരു ബാക്ക്ഗ്രൗണ്ടാണ് തയ്യാറാക്കേണ്ടത്. അത് ആ ഓപ്പൺ ടൂൺസ് ഫോൾഡറിൽ ഉണ്ട്. അതുപോലെ മറ്റൊന്നാണ് aeroplane.png എന്നൊരു ചിത്രം ഉപയോഗിക്കുക. അതിനുശേഷം ആ എയ്റോപ്ലെയിൻ ഒരു വശത്ത് നിന്നും മറുവശത്തേക്ക് നീങ്ങുന്ന ഒരു ആനിമേഷനാണ്. 5 സെക്കൻഡ് നേരത്തേക്കുള്ള ആനിമേഷനാണ് തയ്യാറാക്കേണ്ടത്. അതിനുശേഷം അതൊരു MP4 ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഉൾപ്പെടെ ചേർത്തുകൊണ്ട് ഹോമിലെ എക്സാം 10 പ്രോഡക്റ്റ് എന്ന ഒരു ഫോൾഡറിലേക്ക് കോപ്പി ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ള പരിശോധിക്കാം. അതിനാദ്യം തന്നെ നമുക്ക് ഈ ഒരു നിർദ്ദേശത്തിനനുസരിച്ചുള്ള ഈ ഒരു കോപ്പിയിങ് നടത്തണം. ഫയൽസിലേക്ക് വരുന്നു. ഫയൽസിൽ നിന്നും ഹോമിനുള്ളിലുള്ള റിസോഴ്സസിലെ ഈ റിസോഴ്സസ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡൗൺലോഡ് ചെയ്യാം. അതിൽ എക്സാം 10 ഡോക്യുമെൻറ്റ്സിനുള്ളിൽ കാണുന്ന ഓപ്പൺ ടൂൺസ് എന്നൊരു ഫോൾഡർ റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് കോപ്പി എടുക്കുന്നു. അതിനുശേഷം ഈ ഇടത് ഭാഗത്ത് കാണുന്ന ഈ ഡോക്യുമെൻറ്റ്സിലേക്ക് വരുന്നു. ഇവിടെ അത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നതോടുകൂടി ആദ്യത്തെ ഒരു പ്രോസസ്സ് അവസാനിച്ചു. ഇനി നമുക്ക് വേണ്ടത് ഓപ്പൺ ടൂൺസ് ഓപ്പൺ ചെയ്യണം. അതിനുവേണ്ടി 9 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ഓപ്പൺ ടൂൺസ് എന്ന് സെർച്ച് ചെയ്യാം. ഓപ്പൺ ടൂൺസ് എന്ന് സെർച്ച് ചെയ്യുന്നു. അതിനുശേഷം ഈ ഓപ്പൺ ടൂൺസ് ഓപ്പണായി വരുന്ന സമയത്ത് നമുക്കൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ന്യൂ പ്രോജക്റ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പുതിയൊരു പ്രോജക്റ്റിൻ്റെ പേര് കൊടുക്കാം. നമ്മളിവിടെ എയ്റോപ്ലെയിനുമായി ബന്ധപ്പെട്ട ഒരു പ്രോജക്റ്റ് ആയതുകൊണ്ട് എയ്റോപ്ലെയിൻ എന്ന് കൊടുക്കുന്നു. അതിനുശേഷം ഓക്കെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നമ്മുടെ പ്രോജക്റ്റ് സെറ്റായി. ഇനി വേണ്ടത് സീൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിനിവിടെ ന്യൂ സീൻ എന്ന് കാണാം. ഈ ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. തുടർന്ന് നമുക്കിവിടെ സീൻ 1 എന്ന പേര് കൊടുക്കാം. ഇവിടെ ക്യാമറ സൈസ് ഓപ്ഷനിൽ നിന്നും HD 720 എന്നുള്ളത് കൊടുക്കുക. ഈ യൂണിറ്റ് പിക്സൽ അല്ല എങ്കിൽ പിക്സൽ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കുക. തുടർന്ന് 12 ഫ്രെയിമാണ്. ഒരു സെക്കൻഡിൽ 12 ഫ്രെയിം എന്ന രൂപത്തിൽ വരുന്നതിന് വേണ്ടിയാണ് ഇവിടെ 12 എന്ന് കൊടുക്കുന്നത്. അതിനുശേഷം ക്രിയേറ്റ് സീൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ ഓപ്പൺ ടൂൺസ് തയ്യാറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് ഒരു ബാക്ക്ഗ്രൗണ്ട് തയ്യാറാക്കണം. അതിന് ഈ കാണുന്ന കോളത്തിലേക്കാണ്. നമ്മൾ ആനിമേഷൻ റൂം തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തുന്നു. അതിനുശേഷം ഈ കോളം 1ൽ കാണുന്ന ഒന്നാമത്തെ ഫ്രെയിമിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ലോഡ് ലെവൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. ലോഡ് ലെവലിൽ നമുക്കറിയാം മൈ ഡോക്യുമെൻറ്റ്സിലേക്കാണ് നമ്മളത് കോപ്പി ചെയ്തിരിക്കുന്നത്. മൈ ഡോക്യുമെൻറ്റ്സിലേക്ക് നമ്മൾ ഓപ്പൺ ടൂൺസ് എന്ന പേരിലൊരു ഫോൾഡർ ഓൾറെഡി കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഓപ്പൺ ടൂൺസ് ഒന്ന് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്യുമ്പോൾ ഇതിനുള്ളിൽ കാണാം സീനറി 8 PNG. അത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ലോഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. വീണ്ടും വരുന്നതിൽ ലോഡ് തന്നെ ക്ലിക്ക് ചെയ്യുന്നു. അതോടുകൂടി ആ ഒരു ബാക്ക്ഗ്രൗണ്ട് അവിടെ തയ്യാറായി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് 5 സെക്കൻഡ് സമയത്തേക്ക് നമുക്ക് ആവശ്യമാണ്. ഒരു സെക്കൻഡ് സമയം 12 ഫ്രെയിം ആയതുകൊണ്ട് 60 ഫ്രെയിം ഉണ്ടെങ്കിലാണ് നമുക്ക് 5 സെക്കൻഡിലൊരു ആനിമേഷൻ തയ്യാറാക്കുക. അപ്പോൾ 60 ഫ്രെയിമിന് വേണ്ടി 60 ഫ്രെയിമിലേക്ക് ഈ ഒരു ചിത്രത്തെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം. എക്സ്റ്റെൻഡ് ചെയ്യുന്നതിന് ഈ കോളം 1ൽ കാണുന്ന ഈ ഫ്രെയിമിലൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് മുകളിൽ റൈറ്റ് സൈഡിൽ കാണാം ഇവിടെ റിപ്പീറ്റ് എന്നൊരു ഐക്കണുണ്ട്. റിപ്പീറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് അപ് ടു ഫ്രെയിം എന്ന ഭാഗത്ത് നമുക്ക് 60 എന്ന് കൊടുക്കാം. 60 എന്ന് ക്ലിക്ക് ചെയ്ത് റിപ്പീറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് 60 ഫ്രെയിമിലേക്ക് എത്തിച്ചേർന്നു. ഇനി നമുക്ക് വേണ്ടത് ഒരു എയ്റോപ്ലെയിൻ ആണ്. അത് നമുക്ക് രണ്ടാമത്തെ കോളത്തിലേക്ക് വരുന്നു. രണ്ടാമത്തെ കോളത്തിലെ ഒന്നാമത്തെ ഫ്രെയിം സെലക്ട് ചെയ്തതിന് ശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ റൈറ്റ് ക്ലിക്ക് ലോഡ് ലെവൽ. അതിലൂടെ ഓൾറെഡി ഈ ഓപ്പൺ ടൂൺസിലെ മൈ ഡോക്യുമെൻറ്റ്സിലെ ഓപ്പൺ ടൂൺസ് തന്നെ ഓപ്പണായി കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിനി കൂടുതൽ സെർച്ച് ചെയ്യുക ബ്രൗസ് ചെയ്യുക ആവശ്യം വരുന്നില്ല. ഇവിടെ aeroplane.png എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ലോഡ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ആ എയ്റോപ്ലെയിൻ അവിടെ വരുന്നു. ഈ എയ്റോപ്ലെയിനെ നമുക്ക് 60 ഫ്രെയിമിലേക്ക് എത്തിക്കണം. അപ്പോൾ മാത്രമാണ് 5 സെക്കൻഡ് നേരത്തേക്കുള്ള ആനിമേഷൻ ലഭിക്കുക. അതിനുവേണ്ടി വീണ്ടും നമ്മൾ ഈ ഒരു ഫ്രെയിമിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ റിപ്പീറ്റ് എന്ന ഈ ഭാഗത്തേക്ക് വരുന്നു. റിപ്പീറ്റിൽ ഇവിടെയും 2ന് പകരം അപ് ടു ഫ്രെയിം എന്നുള്ളത് 60 എന്ന് തന്നെ സെലക്ട് ചെയ്തതിന് ശേഷം റിപ്പീറ്റ് ക്ലിക്ക് ചെയ്യുന്നു.
അപ്പോൾ ആ ഒരു എയ്റോപ്ലെയിനും 60 ഫ്രെയിമിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ആനിമേഷനാണ് കൊടുക്കേണ്ടത്. ആനിമേഷൻ കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ ഈ ഇടത് ഭാഗത്ത് കാണുന്ന ഈ ആനിമേറ്റ് ടൂളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. ആനിമേറ്റ് ടൂളിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ പൊസിഷൻ തന്നെയാണ് എന്ന് ഉറപ്പുവരുത്തുന്നു. ഒന്നാമത്തെ ഫ്രെയിമിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ എയ്റോപ്ലെയിൻ്റെ പൊസിഷൻ എവിടെയാണ് എന്നതിന് നമ്മളൊന്ന് മൗസ് വെച്ച് ഡ്രാഗ് ചെയ്ത് കൊടുക്കുകയാണ്. ഒന്നാമത്തെ ഫ്രെയിമിൽ എയ്റോപ്ലെയിൻ ഇവിടെ നിൽക്കുന്നു. ഇനി ഈ കോളത്തിൽ തന്നെ എയ്റോപ്ലെയിൻ്റെ അവസാനത്തെ ഫ്രെയിമിലേക്ക് വരികയാണ്. അവസാനത്തെ ഫ്രെയിമിൽ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇപ്പോഴും ആനിമേഷൻ ടൂളിൽ തന്നെയാണ്, പൊസിഷനിൽ തന്നെയാണ്. ഈ എയ്റോപ്ലെയിനെ നമ്മൾ ഈ ഒരു വശത്തേക്ക് നീക്കി വെക്കുകയാണ്. ഇതോടുകൂടി നമ്മുടെ ആനിമേഷൻ്റെ പ്രവർത്തനം അവസാനിക്കുകയാണ്. ഇനി ഇതൊന്ന് താഴെ കാണുന്ന ഈ പ്ലേ ബട്ടൺ ഉപയോഗിച്ചൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ ആനിമേഷൻ അവിടെ സംഭവിക്കുന്നുണ്ട്. ഇനി ഇത് MP4 ഫോർമാറ്റിലേക്ക് മാറ്റുന്നതിന് വേണ്ടി ഇവിടെ റെൻഡർ എന്ന ഓപ്ഷൻ കാണാം. റെൻഡറിൽ ഫാസ്റ്റ് റെൻഡർ ടു MP4 എന്ന് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഒരു സീൻ 1 എന്ന പേരിൽ ഡെസ്ക്ടോപ്പിലേക്ക് വരുന്നു. ഒരുപക്ഷെ പരീക്ഷയുടെ സമയത്ത് സീൻ 1 എന്ന പേരിൽ ഒരാൾ ഇതിനകം സേവ് ചെയ്തിട്ടുള്ള റീപ്ലേസ് ചെയ്യാനൊരു മെസ്സേജ് വന്നേക്കാം. അത് റീപ്ലേസ് ചെയ്യുന്നതോടുകൂടി നമ്മളെ പുതിയ MP4 അവിടേക്ക് ഡെസ്ക്ടോപ്പിലേക്ക് വരുന്നു. ഇനി നമുക്ക് ഡെസ്ക്ടോപ്പ് ഒന്ന് പരിശോധിക്കാം. ഡെസ്ക്ടോപ്പിൽ നമ്മളിപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന ആ ഒരു MP4 ഇവിടെ സീൻ 1 എന്ന പേരിൽ കാണാം. അപ്പോൾ ഇവിടെ ഈ ആനിമേഷൻ തയ്യാറായിട്ടുണ്ട്. ഇനി ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കോപ്പി എടുത്തതിന് ശേഷം ഹോമിലെ എക്സാം 10 പ്രോഡക്റ്റ് എന്നതിലേക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് റീനെയിം എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _എയ്റോപ്ലെയിൻ എന്നുകൂടെ നൽകുന്നതോടുകൂടി ഈ ഒരു പ്രവർത്തനം അവസാനിക്കുകയാണ്. ഇതുവരെ വീഡിയോ കണ്ട ഇവർക്കും നന്ദി, നമസ്കാരം.